ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചുവന്ന ചീരയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീരയില കൊണ്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ കറി ഉണ്ടാക്കാം. അത് ചോറിനായാലും ചപ്പാത്തിക്കായാലും നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരയില കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ ഇല നല്ലപോലെ ഒന്ന് നുറുക്കിയെടുത്തു. അതിനുശേഷം അതിൻ്റെ കിളുന്ത് തണ്ടുണ്ടല്ലോ, ആ കിളുന്ത് തണ്ടും നല്ലപോലെ ഒന്ന് നുറുക്കിയെടുത്തു കേട്ടോ. തണ്ടും കൂടി ആണ്, നല്ല കിളുന്ത് തണ്ടാണ്. അപ്പോൾ ഇലയിൽ കൂടെ ഞാൻ തണ്ടും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ കഴുകി അതിന് അടുപ്പത്ത് വയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നുറുക്കി വെച്ചിരുന്ന ചീരയിലയും അതിൻ്റെ തണ്ടും നല്ലപോലെ കഴുകിയത് അടുപ്പത്ത് വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ കഴുകിയെടുക്കണം. അതിൽ മണ്ണൊക്കെ ഉണ്ടാവും, ഇലയൊക്കെ നല്ലപോലെ മാറാമ്പിലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഞാൻ ഇലയൊക്കെ നല്ലപോലെ വൃത്തിയായി നോക്കി കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊക്കെയാണ് ഞാനത് നുറുക്കിയെടുത്തത്. നുറുക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കഴുകി. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേറെ മസാലയൊന്നും വേണ്ട. പരിപ്പ് ചീരയില വയ്ക്കുമ്പോൾ കൂടുതൽ മസാലയൊന്നും വേണ്ട, ഇത് തന്നെ വേണ്ടു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുടഞ്ഞിട്ട് ഇലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണ ചേർത്തതും എല്ലാം നല്ലപോലെ ഒന്ന് കുടഞ്ഞ് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. എല്ലാം ഇലയമ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചു. ഇതാ നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ചു, നല്ലപോലെ തിളച്ച് പാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ചീരയിലൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല, നമ്മൾ കഴുകി വാലാൻ വെച്ചതാണ്. അതിന് ശേഷം നുറുക്കിയതാണ്. അതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, ചീരയിൽ നിന്ന് തന്നെ വെള്ളം അങ്ങനെ ഇറങ്ങിയതാണ്. വേറെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല. 2 മിനിറ്റ് നല്ലപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ചീരയിലൊക്കെ ഒരുവിധം നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ തോരപ്പരിപ്പ്, സാമ്പാറിന് വയ്ക്കുന്ന പരിപ്പുണ്ടല്ലോ, തോരപ്പരിപ്പ് കുറച്ചൊരു 50 ഗ്രാം തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത് ചീരയിലയിൽ ചേർത്ത് കേട്ടോ. അപ്പോൾ ചീരയിലേക്ക് ഈ പരിപ്പ് നല്ല കോമ്പിനേഷനാണ്. ചീരയിലയും പരിപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഈ കറിക്ക്. അപ്പോൾ വീണ്ടും വേവിച്ച പരിപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ചീരയിലയും പരിപ്പും ഒന്ന് യോജിച്ച് കിട്ടണമല്ലോ. അതിനുവേണ്ടി 2-3 പ്രാവശ്യം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. ചീരയിലയും പരിപ്പും നല്ലപോലെ ഒന്ന് വെന്ത് വന്നു. കണ്ടോ, നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു തക്കാളി വട്ടം അങ്ങനെ വെട്ടി വട്ടം അങ്ങനെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം തക്കാളിയും കൂടി വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വീണ്ടും വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തക്കാളിയും പരിപ്പും ചീരലയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വീണ്ടും അടച്ചു വെച്ച് വേവിച്ചു. വീണ്ടും അടുപ്പ് തുറന്നു. അപ്പോൾ ഒരുവിധമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. തക്കാളിക്ക് അധികം വേവൊന്നുമില്ലല്ലോ. തക്കാളിയും കൂടി ചെല്ലുമ്പോൾ ഒരു പുളിപ്പരസം കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തത്.
ഒരു നല്ലൊരു ടേസ്റ്റിയാവും. വീണ്ടും നല്ലപോലെ അടച്ച് നല്ലപോലെ വേവിച്ചു. നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു. കറിയൊക്കെ ഒരുവിധം വെന്ത് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ കളറൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ നല്ലപോലെ കഴിച്ചോളും. അപ്പോൾ ചീരയും പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ തക്കാളിയൊക്കെ വെന്ത് പാകമായി നല്ലപോലെ ഇളക്കി ചേർത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു ജീരകം പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. അതിന് ശേഷം കുറച്ച് കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ചീരക്കറി തയ്യാറാക്കിയത്. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1 സ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് കടുകും മുളകും കരിവേപ്പിലയിട്ട് വറുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. വീഡിയോ എല്ലാവർക്കും ഈ ചീരയും പരിപ്പും കറി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.